ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്കൽ ലിറ്ററസി ഫോർ പ്രോഗ്രാമേഴ്സ് എന്നുള്ള പരമ്പരയുടെ 4ാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോർഡിനേറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്യുന്നത് നോക്കാം. So everybody who has studied up to 10th standard knows that okay, there is something called number line. So number line നമ്മളെ എല്ലാവരും പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു എക്സ് ആക്സിസ് ആണ് തന്നെ എടുക്കുക, ഒരു ഹൊറിസോണ്ടൽ ആക്സിസ്. ഇവിടെയാണ് നമ്മൾ 0. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പർ വരും, ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് നെഗറ്റീവ് നമ്പർ വരും. അപ്പോൾ ഇനി നമുക്ക് 1.5 ഇപ്പൊ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. പിന്നെ 2.7 ആണെങ്കിൽ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വരും. 3.9 ഇവിടെ ഇങ്ങനെ വരും. അപ്പൊ ശരിക്കും ബേസിക്കലി എന്താ പറയുക, നമ്പർ ലൈനിലാണ് നമ്മൾ ഇൻഡിജേഴ്സും നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും റിയൽ നമ്പേഴ്സും അതേമാതിരി റാഷണൽ നമ്പേഴ്സ് എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയാ ഈ നമ്പർ ലൈനിലാണ്. അപ്പോൾ നമ്പർ ലൈൻ എല്ലാവർക്കും പരിചയമായതുകൊണ്ട് പിന്നെ ഐ എം നോട്ട് ആക്ച്വലി എക്സ്പ്ലെയിനിങ് മച്ച് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്പർ ലൈനിന്റെ ഒരു പിന്നെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതൊരു നമ്പർ ലൈൻ ആയിട്ട് കാണാം. അപ്പൊ അതിന്റെ ഒരു വൈ ആക്സിസ്, അതായത് ഒരു നമ്പർ ലൈനും കൂടി, 2 നമ്പർ ലൈനിന്റെ ഇന്റർസെക്ഷനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായ റെനെ ദെക്കാർട്ട് അല്ലെങ്കിൽ ഡെസ്കാർട്ടസ് എന്നാണ് നമ്മൾ പറയുക. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ കോർഡിനേറ്റ് സിസ്റ്റം എന്താ പറയാ അറിയപ്പെടുന്നത്. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹമാണ് അനലിറ്റിക്കൽ ജോമെട്രി, അതായത് ആൾജിബ്രയും ജോമെട്രിയും കൂടി സിന്തസൈസ് ചെയ്തത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോ ഇതിപ്പോ എക്സ് ആണെന്ന് വരിക, ഇത് വൈ, ഇത് ആർ. ഓക്കെ, അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ പറഞ്ഞ ട്രയാങ്കിളിന്റെ എന്താ പറയാ, നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയാം. അപ്പൊ അത് ആൾജിബ്രായിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് ഒരു റീസെന്റ് കണ്ടുപിടുത്തമാണ്. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ നമ്മളിപ്പോ ഈ ഇപ്പുറത്ത് കാണുന്നത് അതിന്റെ ജോമെട്രിക്കൽ ആസ്പെക്റ്റും അതിനെ ആൾജിബ്രയില് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നാണ് റെനെ ഡെക്കാർട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ ബേസിക്കലി എക്സ് ആക്സിസ് വൈ ആക്സിസ് കൂടുമ്പോൾ ടു ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാവും. അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ എന്താ പറയാ 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ ഇങ്ങനെ എക്സാക്ട് വരച്ചത് ശരിയായിട്ടുള്ള ഓക്കെ, ഇത് Z ആക്സിസ് ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് Z ആക്സിസ് പോസിറ്റീവ് നമ്മുടെ അടുത്തേക്ക് വരണോ, അല്ല Z ആക്സിസ് പോസിറ്റീവ് വാല്യൂ എന്താ പറയാ വ്യൂവറിന്റെ അടുത്തേക്ക് വരുന്നോ, അതെയോ ഇറ്റ് ഷുഡ് മൂവ് അവേ ഫ്രം ദി വ്യൂവർ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അപ്പോ ഇഫ് ദ Z ഈസ് കമ്മിങ് ടുവേർഡ്സ് ദ യൂസർ, ഓക്കെ, അത് ഒബ്സർവർ, അങ്ങനെയാണെങ്കിൽ അതിനെ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. അതായത് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് അവേ ഫ്രം ദ ഒറിജിൻ ടുവേർഡ്സ് ഇൻ ടു ദ സ്ക്രീൻ, സ്ക്രീനിന്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ നമ്മള് എന്താ പറയാ ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പോ ബേസിക്കലി എക്സ് ആക്സിസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇത് നെഗറ്റീവ് ടു പോസിറ്റീവ്, വൈ ആക്സിസ് നെഗറ്റീവ് അടിയില് പോസിറ്റീവ് മുകളിലോട്ട്, അതായത് ബോട്ടം ടു ടോപ്പ്. ഇനി നമുക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺവെൻഷൻ, അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ Z വിൽ കം ടുവേർഡ്സ് യു, ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ Z വിൽ മൂവ് ഇൻ ടു ദ സ്ക്രീൻ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കൺവെൻഷൻ. അപ്പോ ഇവിടെ എന്താ പറയാ നമ്മളിപ്പോ എക്സ് ആക്സിസിന്റെ അതായത് 0, അതായത് ഈ പോയിന്റിൽ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് വെക്കുകയാണെങ്കിൽ നമ്മുടെ തള്ളവിരല് സ്ക്രീനിന്റെ ഉള്ളിലോട്ടായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോ അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്നും, നമ്മൾ അവിടെ കൊണ്ടുപോയി റൈറ്റ് ഹാൻഡ് വെച്ച് കഴിഞ്ഞാല് തള്ളവിരല് ഇറ്റ് വിൽ ബി മൂവിങ് അവേ ഫ്രം ദ സ്ക്രീനിൽ നിന്ന് എന്താ പറയാ
റൈറ്റിലോട്ട്, അതായത് ഇറ്റ് വിൽ ബി മൂവിങ് അവേ ഫ്രം ദ സ്ക്രീൻ ആയിരിക്കും. അപ്പൊ അതിനെ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു നൊട്ടേഷൻ ആണ്. പിന്നെ ഇതിന്റെ ഉള്ളൊരു കാര്യമുണ്ട്, ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തില് ആംഗിളിന്റെ ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. എന്ന സ്ഥാനത്ത് ഇപ്പോ എന്താ പറയാ, ഈ ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ക്ലോക്ക് വൈസ് ആണ്. പക്ഷേ ഇത് ഒരു cos 180 വെച്ച് ട്രാൻസ്ഫോം ചെയ്താൽ, -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്താ പറയാ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് പോകാനൊക്കെ സാധിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഓപ്പൺ ജിഎൽ എന്ന് പറഞ്ഞൊരു API ഉണ്ട്. അപ്പോ ഇപ്പൊ അതിന്റെ പേരൊക്കെ മാറ്റി കോർണോസ് ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ ഓപ്പൺ ജിഎല്ലിന്റെ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റവും ഡയറക്ട് 3D D3D മൈക്രോസോഫ്റ്റിന്റെ D3D ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഓഗർ മാതിരിയുള്ള ഗെയിം എഞ്ചിൻസ് ഒക്കെ ദേ യൂസ് ടു ഹാൻഡിൽ ദ തിങ്സ് ഇന്റേണലി. OGRE അത് ദേ ക്യാൻ റെൻഡർ ഓൺ ടോപ്പ് ഓഫ് OpenGL or DirectX. അപ്പോ ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ വൺസ് അഗൈൻ നമ്പർ ലൈൻ എന്താന്ന് പഠിച്ചു, നമ്പർ ലൈൻ എക്സ് ആക്സിസ് വൈ ആക്സിസ് നമ്മൾ 2D ആണെന്ന് പഠിച്ചു. പിന്നെ ഒരു ഡയമെൻഷൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻ ടു ദ സ്ക്രീൻ ഓർ അവേ ഫ്രം ദ സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ Z ആക്സിസ് വന്നു. പിന്നെ നമ്മള് ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്, റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ്. അപ്പൊ ഞാനിത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഇത് എളുപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ ആണ്. അപ്പൊ ഇവിടെയാണ് വിക്കറ്റ് ഇരിക്കുന്നത്, ഇതിന്റെ പുറകിലാണ്. അപ്പൊ വിക്കറ്റ് കീപ്പർ ഇവിടെ ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ സച്ചിന്റെ റൈറ്റ് ഹാൻഡ്, ഇപ്പൊ സച്ചിൻ അങ്ങോട്ടേക്ക് നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റൈറ്റ് ഹാൻഡിന്റെ ഇത് വിക്കറ്റ് കീപ്പറിനെ ഇപ്പൊ വിരൽ ചൂണ്ടിയാൽ, വിക്കറ്റ് കീപ്പറിലോട്ട് വിരൽ ചൂണ്ടാന്ന് റൈറ്റ് ഹാൻഡിൽ ചൂണ്ടുമ്പോ എന്താ പറയാ, വിക്കറ്റ് കീപ്പറിന്റെ വ്യൂവിൽ നോക്കുമ്പോൾ ഇത് റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ ആൻഡ് റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സ് നാച്ചുറൽ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ, അതായത് ഹി ഹാസ് ടു മൂവ് ലൈക്ക് ദിസ്. അപ്പോ വിക്കറ്റ് കീപ്പറിനെ കണ്ടില്ല, അതിനെ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം. ഇപ്പൊ സൗരവ് ഗാംഗുലിയുടെ കാര്യത്തിൽ എടുക്കാം. സൗരവ് ഗാംഗുലിയുടെ റൈറ്റ് ഹാൻഡ്, അപ്പോ സൗരവ് ഗാംഗുലി നിൽക്കുന്നത് ഈ ഡയറക്ഷനിലോട്ടായിരിക്കും. അപ്പൊ റൈറ്റ് ഹാൻഡ് പോയിന്റ് ചെയ്യുന്നത് എവേ ഫ്രം ദ വിക്കറ്റ് കീപ്പർ ആയിരിക്കും. അങ്ങനെയാണ് ഇത് കുറച്ചും കൂടി ഞാൻ കണ്ടത്. അതായത് വിക്കറ്റ് കീപ്പേഴ്സ് വ്യൂ എന്നാണ് പറയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ ആണ്. പുള്ളിയുടെ റൈറ്റ് ഹാൻഡ് നേരെ വിക്കറ്റ് കീപ്പറിന്റെ ഉള്ളിലോട്ട് പോയിന്റ് ചെയ്യും. അതായത് അതാണ് അതിന്റെ നാച്ചുറൽ മൂവ്മെന്റ്. അതേ സ്ഥലത്ത് ലെഫ്റ്റ് ഹാൻഡ്, ഇപ്പൊ സൗരവ് ഗാംഗുലി ആണെങ്കിൽ പുള്ളിയുടെ റൈറ്റ് ഹാൻഡ് എവേ ഫ്രം ദ വിക്കറ്റ് കീപ്പർ ആണ് മൂവ് ചെയ്യുക. അപ്പൊ അതാണ് ഇറ്റ്സ് അനദർ വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ്. ഓക്കെ, അപ്പൊ റൈറ്റ് ഹാൻഡഡ് പല ടെക്സ്റ്റ് ബുക്സും ഇപ്പൊ എന്താ പറയുക, ഗ്രാഫിക്സ് APIs മിക്കതും ഞാൻ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്താ കാര്യം എന്ന് പറയാ, മൈക്രോസോഫ്റ്റിന്റെ ഡയറക്ട് 3D അങ്ങനെ ചില APIs ഒക്കെ നേരെ തിരിച്ചാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്ലൈറ്റ് ട്വീക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഓർഡറിലൊക്കെ വരുത്തി കഴിഞ്ഞാൽ യു കൻ ആക്ച്വലി ട്രാൻസ്ഫോം ഫ്രം വൺ കോർഡിനേറ്റ് സിസ്റ്റം ടു അനദർ. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇപ്പൊ ഇവിടെ ഗ്രാഫിക്സ് പഠിപ്പിക്കാന്നുള്ളതല്ല, കോർഡിനേറ്റ് സിസ്റ്റത്തെ കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ 3 ഡയമെൻഷൻ വരെ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ 4th ഡയമെൻഷൻ ഉണ്ടല്ലോ, ഇപ്പൊ സ്പേസ് ടൈം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇത് ടെസറാക്ട് എന്ന് പറഞ്ഞൊരു ക്യൂബാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ക്യൂബ് പ്രോപ്പർ ആണ്. സോറി, അത് കഴിഞ്ഞിട്ട് ഇതിനെ 4 ഡയമെൻഷണൽ ക്യൂബ് എന്നാണ്. ടെസറാക്ട് എന്ന് പറഞ്ഞൊരു ഗൂഗിളിന് ഒരു OCR സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. പക്ഷെ ടെസറാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 4 ഡയമെൻഷണൽ ക്യൂബ്. അപ്പോ ആസ് യു ഗോ ഹയർ ഡയമെൻഷൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡെപിക്ട് ദാറ്റ് ഓൺ ടു പ്ലാനാർ സർഫസ്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിനർത്ഥം 5 ഡയമെൻഷനോ 6 ഡയമെൻഷനോ ഒന്നും ഇല്ല എന്നല്ല. അതായത് എന്താ പറയാ, ഇപ്പോ സ്ട്രിംഗ് തിയറി എന്ന് പറയുന്ന ഫിസിക്സിൽ ഒരു മൂവ്മെന്റ് അടക്കമുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ അവർ പറയുന്നത് വെച്ചാൽ 11 ഡയമെൻഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ സ്പേസ് ടൈം 4 ഡയമെൻഷൻ ആണെന്നാണ് നമ്മൾ കേട്ടേക്കണേ. പക്ഷേ അറ്റ്ലീസ്റ്റ് അറ്റ് ദ ഐൻസ്റ്റൈൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി ലെവൽ ഇപ്പോ എന്താ പറയാ, സ്ട്രിംഗ് തിയറിയിൽ 11 ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞത്. അപ്പോ 3 ഡയമെൻഷൻ ഫോർ സ്പേസ് ആൻഡ് ഒരു ഒക്ടോണിയോൺ ഉണ്ടെന്നാണ് പറയുന്നത്. ക്വാട്ടർണിയോൺ ആൻഡ് ഒക്ടോണിയോൺ എന്ന് പറഞ്ഞ 2 നമ്പർ സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ കോംപ്ലക്സ് നമ്പർ മിക്കവരും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ക്വാട്ടർണിയോൺ ഇപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പ്രോഗ്രാം ചെയ്തവർക്ക്
കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. ഒക്ടോണിയൺ ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്, OC3 കളർ ക്വാണ്ടൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒക്ടോണിയനും വരാറുണ്ട്. അപ്പോൾ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ up till 3 dimension, okay, you can actually represent, you can project onto a screen and represent 3 dimensions with perspective to a certain extent. പക്ഷേ beyond that നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ എറിക് തോംസൺ എന്ന് പറഞ്ഞ ഒരു ഹൈപ്പീരിയൻ എന്നുള്ളൊരു ഡാറ്റ വെയർഹൗസിംഗ് സോഫ്റ്റ്വെയർ ആപ്പ്, അതായത് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസിംഗ് സോഫ്റ്റ്വെയറിന്റെ വൺ ഓഫ് ദ ചീഫ് ആർക്കിടെക്ട് എറിക് തോംസന്റെ ബുക്കിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. ഇപ്പൊ നമുക്കിപ്പോ 5 ഡയമെൻഷൻ D1, D2, D3, D4, D5. അപ്പൊ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ D1 ചിലപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാല് ജോഗ്രഫി ആയിരിക്കും, അതായത് കൺട്രീസിന്റെ പേരായിരിക്കും. ഇപ്പൊ D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ എന്താ പറയാ സോൺ വിത്തിൻ ഇതായിരിക്കും. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ചിലപ്പോ സ്റ്റേറ്റ് ആയിരിക്കും, ഇത് ചിലപ്പോ സിറ്റി ഡിസ്ട്രിക്ട് ആയിരിക്കും, ഇത് സിറ്റി ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു ഡയമെൻഷൻ വരുന്നത് ഇപ്പൊ ഒരു സ്റ്റോർ, അതില് ഇപ്പൊ റാക്ക്. ഇപ്പൊ 7 ഇപ്പൊ ഒരു ഐറ്റം പിന്നെ ടിപ്പിക്കൽ ഗ്ലോബൽ റീറ്റെയിൽ കമ്പനിയുടെ കേസിൽ ഒരു 7 ഡയമെൻഷണൽ വെക്ടർ ആയിരിക്കും. അപ്പോ even though it is very difficult for you to represent 7 dimensions on a graphical screen, but you can actually have, ഇപ്പൊ ഇതൊരു പെർട്ടിക്കുലർ പോയിന്റ് ആണ്. അതായത് ഇതിപ്പോ ഏഷ്യ പസഫിക്കില്, ഇന്ത്യയില്, നോർത്ത് സോണില്, ഉത്തർപ്രദേശില്, ഗോണ്ട ഡിസ്ട്രിക്റ്റില്, 10ാമത്തെ ഷോപ്പില് 4ാമത്തെ റാക്ക്. ഓക്കെ, സോ ഇറ്റ്സ് ഓൺലി 1 പോയിന്റ്. ഒരു ഹൈപ്പർ സ്പേസ് ആയിട്ട് ഇതിനെ കാണാം. അപ്പോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും ഡയമെൻഷൻസും ഹാസ് ഗോട്ട് 1-to-1 കറസ്പോണ്ടൻസ് ടു 3 ഡയമെൻഷൻ. ഒരു എന്താ പറയാ നമ്പർ ലൈൻ 1 ഡയമെൻഷനെയും മറ്റേ നമ്മുടെ പ്ലെയിനെ 2 ഡയമെൻഷനെ പ്ലെയിൻ വെച്ചും 3 ഡയമെൻഷനെ സ്പേസ് വെച്ചും ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈപ്പർ സ്പേസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഇസ് നോട്ട് എ ഗുഡ് മെറ്റഫോർ. അപ്പോ പ്രശസ്ത ഫിലോസഫർ ആയിട്ടുള്ള എറിക് വിറ്റൻസ്റ്റൈൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, സോറി നോട്ട് എറിക് വിറ്റൻസ്റ്റൈൻ, ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ പറഞ്ഞത്. ഈസ് ആൻ ഓസ്ട്രേലിയൻ ഫിലോസഫർ, ലുഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൈൻ. Ludwig Wittgenstein. Wittgenstein. ഒരു ഓസ്ട്രിയൻ ഫിലോസഫർ ആണ്. അപ്പൊ ഹിറ്റ്ലറിന്റെ ക്ലാസ്മേറ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ വാസ് ബോൺ ആസ് എ ജൂ. അപ്പൊ ഹിറ്റ്ലറിന് ജൂസിനോട് കലി വന്നത് ലുഡ്വിഗ് വിറ്റൻസ്റ്റൈനോടുള്ള ആയിട്ടുള്ള സമ്പർക്കം മൂലമാണെന്നൊക്കെ ആൾക്കാർ തമാശ പറയാറുണ്ട്. അപ്പോ ഒരു ഓസ്ട്രിയൻ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ മോനായിട്ടാണ് ജനിച്ചത്. അപ്പൊ സോ ഹി കെയിം ആൻഡ് ബിക്കോസ് ഓഫ് ഹിം ബർട്രാൻഡ് റസ്സൽ സ്റ്റോപ്ഡ് ഹിസ് റിസർച്ച് ഇൻടു ഹിൽബർട്ട് പ്രോബ്ലം ആൻഡ് ദെൻ ഹി വെന്റ് ടു ഫിലോസഫി. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു ഫേമസ് കൃതിയായ ട്രാക്റ്ററ്റസ് ലോജിക് ഓഫ് ഫിലോസഫിക്കസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് അല്ലെങ്കിൽ നത്തിങ് ഹാസ് ചാലഞ്ച്ഡ് യു എന്ന് തോന്നുകയാണെങ്കിൽ ഗോ ആൻഡ് ബൈ ദാറ്റ് ബുക്ക്, ട്രാക്റ്ററ്റസ് ലോജിക് ഓഫ് ഫിലോസഫിക്കസ്. അപ്പൊ അതിന്റെ 1.61 എന്താ പറഞ്ഞത്, there must be something identical in a picture and what it depicts to enable one to be a picture of the other at all. അതായത് കാർട്ടീഷ്യൻ മെറ്റഫോർ ഡസൻ. അപ്പോ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് എന്താ പറയാ ഇങ്ങനെ ഒരു ഡയഗ്രാമിലേക്ക് വന്നത്. അതായത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ there must be something identical in a picture and what it depicts. അപ്പൊ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് fails when you reaches there to enable one to be a picture of other at all. So Cartesian product is not a good metaphor for more than 3 dimensions. So you need to come up with an alternative. അപ്പൊ അതിനുള്ള റീസൺ എറിക് തോംസൺ കൊടുക്കുന്നത് ലുഡ്വിഗ് വിറ്റൻസ്റ്റൈന്റെ ഈ പർട്ടിക്കുലർ വേർഡ്സ് എന്നല്ല സെന്റൻസിൽ നിന്നാണ്. ഇറ്റ്സ് എ വെരി ക്രിപ്റ്റിക് ബുക്ക്. അപ്പൊ അറ്റ്ലീസ്റ്റ് യു നോ ദാറ്റ് ഓക്കെ വി ക്യാൻ വിഷ്വലൈസ് 7 dimensions or 10 dimensions depending upon how you choose it. ഇപ്പൊ ഇതിപ്പോ D3 ഒരു അവർ ആണെങ്കിൽ 0 to 24 എവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ ഇതിപ്പോ ഫോർ എക്സാമ്പിൾ മിനിറ്റ് ആണെങ്കിൽ യു വിൽ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. സീ അപ്പോ ബേസിക്കലി എന്താ കാര്യം എന്ന് പറഞ്ഞാൽ യു ക്യാൻ
represent 100 dimensions and all. Okay, in machine learning and all, it is very important. Okay, അപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്പർ ലൈൻ എന്താന്ന് പഠിച്ചു, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്താന്ന് പഠിച്ചു, പിന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ നമ്മൾ z ആക്സിസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഡയമെൻഷൻ ചെയ്യാൻ 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാക്കാന്ന് പഠിച്ചു. അവിടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം കൺവെൻഷൻ ഉണ്ട്. മറ്റേ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാന്റെ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാന്റെ നാച്ചുറൽ മൂവ്മെന്റ് വിക്കറ്റ് കീപ്പറിന്റെ ടുവേർഡ്സ്, റൈറ്റ് ഹാൻഡറിന്റെ വിക്കറ്റ് കീപ്പറിന്റെ ടുവേർഡ്സ് ആയിരിക്കും. സോ z ആക്സിസ് ഇസ് മൂവിംഗ് ടുവേർഡ്സ് ദ വിക്കറ്റ് കീപ്പർ. ലെഫ്റ്റ് ഹാൻഡറിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി മൂവിംഗ് അവേ ഫ്രം ദ വിക്കറ്റ് കീപ്പർ. അപ്പോൾ വിക്കറ്റ് കീപ്പേഴ്സ് വ്യൂ വെച്ചിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണോ റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഹൗ യു റെപ്രസെന്റ് എ ഫോർഡൻഷ്യൽ ക്യൂബ്. And then okay, I have shown you how here 7 dimensions were and you can extend it to 10 dimensions or so. According to Ludwig Wittgenstein, there should be one-to-one correspondence with your picture and what it depicts. Unfortunately, Cartesian coordinates, okay, it fails after 3 dimensions. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഇത് ഒരു പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വെക്ടർ, അപ്പൊ ഇത് ഈ വെക്ടർ എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതേമാതിരി തന്നെ ഈ വെക്ടർ എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ് ഒരു വെക്ടർ. അപ്പോ ദർ ഇസ് എ നോഷൻ കോൾഡ് പൊസിഷൻ വെക്ടർ. ഇതിപ്പോ 0 0 ആണെങ്കിൽ എല്ലാം റിലേറ്റീവ് ടു ദിസ് പോയിന്റ് യു ക്യാൻ specify all the endpoints of this triangle. So there is something called a basis vector we will study later. Appo 2 dimensional നമ്മൾ ഇങ്ങനെയാണ് എന്താ പറയാ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So the same formula extrapolates to 3 dimensions as well. And okay, you can actually extrapolate it into n dimension. And we already 7 dimensions നേരത്തെ കണ്ടു കഴിഞ്ഞു. See if it here it assumes that all the dimensions are numerical, then we will be able to calculate the norm. So whatever operations you can do in 2D, it gets extrapolates to 3D and to n dimension. അതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിനെ സ്കെയിലർ പ്രൊഡക്റ്റ് എന്നും ഇന്നർ പ്രൊഡക്റ്റ് എന്നും പറയാറുണ്ട്. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, അപ്പൊ എ എന്ന് പറഞ്ഞ വെക്ടർ ആണ് ഇത് ബി ആണ്. ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ടേം വൈസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം നമുക്ക്. പക്ഷെ ഇപ്പോ ലെങ്ത് ഓഫ് എ, മോഡുലസ് ഓഫ് എ, അതായത് ആദ്യം നമ്മൾ ഇതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ ബിയുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും, ഇൻറ്റു കൊസൈൻ ഓഫ് ദി ആംഗിൾ, അതായത് ഇതിന്റെ കൊസൈൻ ആയിരിക്കും എന്നാണ് ഇവിടെ ഈ ആംഗിൾ നമ്മള് അതിന്റെ കൊസൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നേ. അപ്പോ നമുക്ക് ഇപ്പൊ നമ്മളൊരു പോയിന്റ് ഓൺ ലൈൻ, അതായത് ലൈനും ഒരു മൗസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ കാൻഡിഡേറ്റ് ലൈൻ എന്ന് വിചാരിക്കുക. നമ്മുടെ ഇവിടെയാണ് മൗസ് ക്ലിക്ക് ചെയ്തത്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സോഴ്സിൽ നിന്ന് ഒരു വെക്ടർ, അതായത് ഈ പോയിന്റും ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് മോഡുലസ് ഓഫ് എ കോസ് തീറ്റ ആയിരിക്കും ഈ കാണുന്ന റേഞ്ച്. ഈ ഏരിയ. അപ്പൊ എ കോസ് തീറ്റ ബൈ എ എന്ത് വരും? കോസ് തീറ്റ വരും. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് യു ക്യാൻ ഡിവൈഡ് എ കോസ് തീറ്റ ബൈ എ. അപ്പൊ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോ എ കോസ് തീറ്റ ആണെങ്കിൽ ഇത് എ കോസ് തീറ്റ ആയിരിക്കണം, എന്നാലാണ് നമുക്ക് കോസ് തീറ്റ കിട്ടുള്ളൂ. അതേമാതിരി തന്നെ ഇഫ് ഇറ്റ് ഈസ് തിരിച്ചാണെങ്കിലും ഇതാണ് ബി, ആൻഡ് യു നീഡ് ടു പ്രൊജക്ട് ഓൺ ടു. സോ വാട്ട് യു ആർ ഡൂയിങ് ഈസ്, ഓക്കെ, ദിസ് പർട്ടിക്കുലർ തിങ് ഈസ് ബി കോസ് തീറ്റ. ബി കോസ് തീറ്റ ബൈ ബി എന്തായിരിക്കും? അപ്പോ കോസ് തീറ്റ കിട്ടും. അപ്പൊ ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, you can actually compute this particular length very easily. Okay, and once you compute the length, and if it is between within a pick radius, okay, നിങ്ങൾ ലൈനമ്മ ക്ലിക്ക് ചെയ്തതാണ് അതിന്റെ അർത്ഥം. സോ ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിള് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇവിടെയാണെങ്കിൽ എന്താ പറയാ,
ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. അപ്പൊ അഡ്ജസന്റ് സൈഡ് ബി കോസ് തീറ്റ ബൈ ബി ആയിരിക്കണം. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കോസ് തീറ്റ. അപ്പോ എ ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ബി, എന്താ പറയാ, എ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും യു ഗെറ്റ് സെയിം വാല്യൂ. അപ്പോ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് എ ഇൻറ്റു ലെങ്ത് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റയാണ്. അപ്പൊ അത് യൂണിറ്റ് വെക്ടർ നോർമലൈസേഷൻ എന്ന് പറയും. യു ടേക്ക് ദ ലെങ്ത് ഓഫ് ദി എ ആൻഡ് ഡിവൈഡ്, see you take the length of these vectors and you take the length of a and divide by a vector, and you take the length of the b and divide by b vector, you get a unit vector. Appo ivide endavum dot product will be cos theta, so theta will be arc cos a dot product. But dot product വെച്ചിട്ട് നമുക്ക് cosine calculate ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ എന്താ പറയാ ലൈറ്റിങ്ങിലൊക്കെ കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. So basically you understand that dot product is term-wise multiplication of the factors in a coordinates. അപ്പോൾ അതിനെ ഒരു ട്രിഗണോമെട്രിക് ഫോർമുല എന്താ വെച്ചാൽ a into b will be equal to magnitude of a into magnitude of b into cos theta ആയിരിക്കും. Magnitude of a യും b യും നോർമലൈസ്ഡ് വെക്ടറിൽ 1 ആയിരിക്കും. അപ്പോ a into b will cancel out, that will be 1. അപ്പോ a dot b is equal to cos theta. Theta will be cos inverse a dot b. അപ്പോ see there is actually there's something called a basis vector. അപ്പോ ഇപ്പൊ യൂണിറ്റ് വെക്ടർ ഓൺ ടു ഐ, അത് ഇതിനെ നമ്മൾ ഐ എന്ന് വിളിക്കും. അതേമാതിരി യൂണിറ്റ് വെക്ടർ മറ്റേ ജെ എന്ന് വിളിക്കും. അപ്പൊ ഇറ്റ്സ് വെരി ഈസി. 3i plus 2j എന്ന് പറഞ്ഞാൽ, so you move 3 times I, so you'll reach here, and okay, you move twice the j. So എന്താ പറയാ, നമുക്ക് അങ്ങനെ നമുക്ക് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് ബേസിസ് വെക്ടർ വിൽ ബി I in the x direction, j in the y direction, and if it is 3 dimension it will be k. അപ്പോ എന്നിട്ട് see a1 is the scaling factor. സോ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഈ വെക്ടറിനെ നമുക്ക് ഈ റെഡ് ലൈനിലുള്ള കാണുന്ന ഈ വെക്ടറിനെ നമുക്ക് 3i plus 2j എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 3i² plus 2j². അപ്പോ 3² will be 9 plus 1, അപ്പൊ root of 13 ആയിരിക്കും. ഈ ലെങ്ത്. ഓക്കെ, ഇഫ് ദാറ്റ് ഈസ് ദ കേസ്. ഓക്കെ, അപ്പോ അറ്റ്ലീസ്റ്റ് നമ്മള് ഇവിടെ ട്രിഗണോമെട്രി we found out, okay, magnitude of a will be the length of the a, and magnitude of b will be the length of the b. അപ്പോ a dot b will be always equal to absolute value of a into absolute value of b into cos theta ആയിരിക്കും. So what really happens is, okay, in this particular case, okay, using basics vector you can actually represent 3i plus 2j. അപ്പൊ നമുക്ക് root 13 കിട്ടുന്ന എങ്ങനെയായിരുന്നു, 3i² plus 2j² ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇപ്പൊ i² will be 1. ഓക്കെ, അപ്പൊ i into i with i, dot product of i with i will be cos 0. അപ്പോ 1 into 1 into cos 0 ആയിരിക്കും. cos 0 1 ആണ്. അപ്പോ 3² 9 ആയിരിക്കും. മറ്റേത് 4 ആണ്. root of 13 ആണ് അതിന്റെ ആൻസർ. Okay, why dot product is term-wise multiplication? ഇത് എന്റെ ഫേമസ് അനാലിസിസ്, ഫേമസ് അല്ല, ഞാൻ പണ്ട് സ്ഥിരമായിട്ട് ബ്ലോഗ് ചെയ്തിരുന്ന അനാലിസിസ് ലേറ്റ്സ് അനാലിസിസിലാണ്. അപ്പോ 2 വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്നത് ax/ay ആണ്, u എന്ന് പറഞ്ഞാൽ bx/by ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം വൈസ് ax into bx, ay into by ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാന്ന് നോക്കാം. അപ്പോ we can actually represent ax/ay as ax into I എന്ന് പറഞ്ഞു കഴിഞ്ഞാല് basis vector in the x axis, basis vector in the y axis, basis vector in the x axis for u, basis vector in the y axis for u. അത് j എന്ന് പറഞ്ഞുകൂടി. അപ്പൊ i and j and unit vector on x and y. term wise multiplication ചെയ്യുമ്പോൾ നമ്മളിപ്പോ എന്താണ് ax bx, അപ്പൊ ax into bx i² എന്ന് കിട്ടും. അതേമാതിരി തന്നെ ay into by j² എന്ന് പറഞ്ഞിട്ടുണ്ട്.
sorry, ഇതാണ് അപ്പൊ ax into bxi plus ax into byj എന്ന് പറഞ്ഞാൽ കിട്ടും i into j. ഇവിടെ i യും j യും ആണ്. ay bx into j into i കിട്ടും. ay by into j into j കിട്ടും. അതായത് ഇപ്പൊ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇത് ആഡ് ചെയ്തെടുക്കുന്നു. അപ്പൊ i into j 0 ആയിരിക്കും. അതായത് ഓർത്തോഗോണൽ യൂണിറ്റ് മെട്രിക്സ് ആണ്. i സ്ക്വയർ 1 ആയിരിക്കും. j into j 1 ആണ്. പക്ഷെ j into i ഓർത്തോഗോണൽ മെട്രിക്സ് അല്ല വെക്ടർ ആയതുകൊണ്ട് 0 ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? ഇപ്പൊ i സ്ക്വയർ എന്നുള്ളത് 1 ആയിട്ട് കിട്ടും. ഇതിപ്പോ i into j കാരണം 0 ആവും. അതേമാതിരി ഈ ഇവിടെയും j into i കാരണം 0 ആവും. അപ്പോ ദിസ് വിൽ ബിക്കം ഓക്കെ ax into bx ay into by. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് dot product is nothing but term wise multiplication. അപ്പൊ x factor of the a and x factor of the b will be multiplied together. Y factor of the b a and y factor of the b will be multiplied together. Together we get this one. അപ്പോ ax bx പ്ലസ് ay by നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ എന്താ പറയാ ഡോട്ട് പ്രൊഡക്റ്റ് ബോയിൽസ് ഡൗൺ ടു ടേം വൈസ്. അപ്പൊ i into j dot product ആണെങ്കിൽ cross product ആണെങ്കിൽ you get different value. In the case of dot product, I into I and j into j and k into k will produce 1, and I into j will be always 0. J into I will also be 0. Orthogonal vectors ആണെങ്കിൽ 0 ആയിരിക്കും. അത് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് i plus 2j plus 3k. ഇത് 3 dimensional വെക്ടർ ആണ്. അപ്പൊ ഞാൻ 2 dimensional കാണിച്ചിരുന്നു. 3 dimensional it extrapolate z k will be for z axis. അപ്പൊ നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. i square plus 2j square plus 3k square. അപ്പൊ whenever we I square j square k square will always be 1. So because of that it will be 14. 4 square എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും. 25 plus 36 അപ്പൊ root of 77 ആണ്. അപ്പൊ already we know that dot product is nothing but length of a into b into cos theta. Or we can actually do term wise multiplication as we told earlier. Okay, so root of 14 into root of 77 cos theta. ഇത് ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ ആകുമ്പോ 1 into 4, അതായത് 1 into 4, then 2 into 5 plus 3 into 6, so you get 32. അപ്പോ we already know that okay, theta is equal to dot product divided by length of a into b. Okay, so it is not unit vector. We already know that it is root 14 root 77, so you get this value. That will be 12.9 degrees the angle between these two vectors. Okay, so you take the dot product and then you can use the theta is equal to cos inverse dot product by length of a into length of b, okay, to get the angle. Prove that two vectors are perpendicular. For vectors to be perpendicular, dot product should be 0. So we need to a dot b should be equal to, let us see whether it's possible. I into 4i is 4i square. I into 2j is actually 2ij. Then the next is actually 5ik. And then okay, you 3 it will be 12ij. And then 3j plus 2j is actually 6j square. And then 3 plus 5k is equal to jk. And minus 2k into 4i is equal to 8ik. Minus 2k into 2j is equal to 4kj, kj, and minus 2k into 5k is equal to minus k square. So I square you know already, you can actually take it. So 12, these two can be together made into 14ij. Then 15ik plus
see 15 5ik minus 8. So there's a small mistake. Okay, so it should either minus 3ik, and then 6j square we already got, and 11jk sorry 15jk plus minus 4jk will be 11jk, then minus 8ik minus 5ik is equal to minus 3k. So and then yeah, what 10k square. There's a small mistake here, but whatever I see, we are only concerned with I square, j square, and k square. So 4 plus 0 plus 0 plus 6 plus minus 10 is equal to 0. So it is proved that these things are perpendicular vector. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് when I copy typed it in Paint. Okay, so there is a small mistake, but basically if you do pairwise, if you distribute I 3j and minus 2k into the right side of the equation, you should get 0, and here we exactly got 0. So basic idea of this video was, okay, to teach you about the coordinate system. Okay, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പണ്ട് സ്കൂളിൽ ചിലപ്പോൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇത് നമ്പർ ലൈൻ ആണ്. ഇപ്പോൾ സി നമ്പർ ലൈനിൽ നമുക്ക് ഇൻഡിജേഴ്സും റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇൻഡിജേഴ്സിന്റെ റേഷ്യോ ആയിട്ട് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ 3.5 അങ്ങനെയുള്ളത്. 3.5 എന്ന് പറയുന്ന സാധനം ഇവിടെ വരും. ഓക്കെ, ആൻഡ് 3.55 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡീറ്റ്കിൻ കട്ട് എന്നുള്ള ഒരു ടെക്നിക്ക് വെച്ചിട്ട് റിയൽ നമ്പേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് ഒറിജിനലി ഉണ്ടായിരുന്നത്. പിന്നെ ഐ ടോക്ട് അബൌട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. പിന്നെ z axis we can actually add if it is moving from the screen towards the viewer, then it is a right-handed coordinate system. If the z is actually moving into the screen, it is left-handed coordinate system. So this is the conventional way to so go to 0 0, place your left arm, so the talla viral, I don't know what to speak call talla viral in English. Okay, index finger ആണ് അറിഞ്ഞോളാം. ഇൻഡെക്സ് ഫിംഗർ നടക്കത്തെയാണോ? ഓക്കെ, സോ തമ്പ് ഫിംഗർ. ഓക്കെ, അത് തള്ളവിരല് സെഡിന്റെ ഉള്ളിലോട്ട് പോകും. നമ്മൾ അവിടെ കൊണ്ട് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് സെഡ് ആക്സിസ് സ്ക്രീനിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കേസിൽ അതിപ്പോ ടെണ്ടുൽക്കറിന്റെ എക്സാമ്പിൾ ഇത് കഴിഞ്ഞു. ഒരു റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാന്റെ ഈ റൈറ്റ് ഹാൻഡ് നാച്ചുറൽ സൈഡിലോട്ട് നീങ്ങുന്നത് ടുവേർഡ്സ് ദ വിക്കറ്റ് കീപ്പർ ആണ്. മീൻസ് ലെഫ്റ്റ് ഹാൻഡറിന്റെ കേസിലാണെങ്കിൽ ഇങ്ങോട്ടാണ്. അപ്പൊ മൂവിങ് അവേ ഫ്രം ദ വിക്കറ്റ് കീപ്പർ. അപ്പൊ വിക്കറ്റ് കീപ്പറിനെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ ഗാംഗുലി ടെണ്ടുൽക്കറിനെ ആലോചിച്ചാലും നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ 4 ഡയമെൻഷണൽ ക്യൂബ് ഉണ്ട്. അപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് വരയ്ക്കാം. പെൻസിലും പേനയും വെച്ച് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഓൺ ദ സ്ക്രീനൊക്കെ സെൻസിറ്റിവിറ്റി പോരാ. പിന്നെ ഹൗ ടു റെപ്രസെന്റ് 9 ഡയമെൻഷൻസ് 10 ഡയമെൻഷൻസ് എന്താണെന്ന് പഠിച്ചു. ഇപ്പൊ കാർട്ടീഷ്യൻ മെറ്റഫോർ 3x3 വരെ പറ്റുള്ളൂ. 4x4 അതിനൊക്കെ പറ്റില്ല. And Ludwig Wittgenstein is giving a wonderful there must be something identical in the picture and what it depicts. Okay, so 9 ഡയമെൻഷനും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് കറസ്പോണ്ടൻസ് ഇല്ല. അപ്പോ അത് that won't be a picture of something which n dimension. അപ്പോ this is a much better way to represent it. Then we found out about norm, or the length above vector is the difference between 2 points. By using Pythagoras theorem, we can actually calculate for 2D, 3D, and n dimension. So you already know that, okay, it extrapolates into 50 dimensions as well without any problem. പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് പഠിച്ചു. അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് 2 വെക്ടേഴ്സ് എ ആൻഡ് ബി വിത്ത് ആൻ ആംഗിൾ തീറ്റ വിൽ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ or length of the a into length of the b into cos theta ആണ്. If vectors are normalized, then a into b will give only cos theta. So theta can be found out by cos inverse or arc cos dot product. അപ്പോ എന്തുകൊണ്ടാണ് ഈ പെർപെൻഡിക്കുലർ വെക്ടർ ഇങ്ങനെ വരുമ്പോ ഇത് ബി കോസ് തീറ്റ ആവണമെന്നുള്ളത്? അപ്പൊ ഇതിന്റെ കേസിലാണെങ്കിൽ പ്രൊജക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ പ്രൊജക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോ
adjacent side by hypotenuse, ഇവിടെയും adjacent side by എന്താ പറയാ hypotenuse വരുമ്പോൾ b cos theta by b ആയിരിക്കും, അല്ലെങ്കിൽ a cos theta by a ആയിരിക്കും. പിന്നെ we found out about the basis vector, unit vector onto the x-axis and then unit vector on the j-axis. About this can be actually found out as 3i plus 2j. And if it is k, okay, you can actually do the it extrapolates. So if 3i plus 2j and length, e vector the length calculate cheyanengil 3 square plus 2j square ആയിരിക്കും. അപ്പോൾ 9i square plus 4j square ആയിരിക്കും. I square will be 1, j square is 1, so 9 plus 4 30, root of 30. And then here I showed that okay, by distributing the terms, then we can actually use I into j is equal to 0, I into I, it will be I into cos 0, it will be 1. Okay, and by that way you prove that okay, dot product is nothing but term wise factors of x and y will be multiplied term wise, okay, in order to generate dot product. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഇവിടെ കാണിച്ചു. ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പെർപെൻഡിക്കുലാരിറ്റി ടെസ്റ്റ് ചെയ്യാം, അതായത് പെർപെൻഡിക്കുലർ വെക്ടർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് itself, അത് ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് ബിക്കോസ് cos 0 1 ആയതുകൊണ്ട്. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ്, ഇതിൽ സോഴ്സ് കോഡ് ഒന്നുമില്ല. In future I will be writing code so that okay, we will learn the notions from this particular video in actually hit testing line, ellipse, circle, geometric shapes hit test ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ നോളജ് എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. Until then, നന്ദി, നമസ്കാരം.